ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു പട്ടാളക്കാരൻ്റെ ഒരു പ്രണയകഥയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അഖിൽ ആൻഡ് അഖില എന്ന് പറയുന്ന രണ്ട് യുവ കപ്പിൾസിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും എന്താണ് ഇതിൽ ഇത്ര പ്രത്യേകത എന്ന്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പട്ടാളക്കാരനാണ്. തൻ്റെ സർവീസിനിടയിൽ തൻ്റെ അരക്കിയെ തളർന്നു പോവുകയും അതിനുശേഷം സർവീസിൽ നിന്ന് തിരിച്ചു പോരേണ്ടി വരികയും ചെയ്യുന്ന ഒരു പട്ടാളക്കാരൻ. തൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും തനിക്ക് ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാകില്ല എന്ന് സ്വപ്നം കണ്ട ആ ചെറുപ്പക്കാരന് ഒരു ജീവിതം വെച്ച് നീട്ടിയിരിക്കുകയാണ് അഖില എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരത്തി. തീർച്ചയായിട്ടും അവളെ നമ്മൾ വാനോളം പുകഴ്ത്തിയാലും മതിയാവില്ല. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിനും നമുക്കും തീർച്ചയായും പ്രചോദനം തരുന്ന ഒരു കല്യാണമായിരുന്നു അഖിൽ ആൻഡ് അഖില എന്ന് പറയുന്ന ദമ്പതികളുടേത്. അഖിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നമ്മോട് പറയാൻ താൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവിടുത്തെ നേഴ്സ് ഒരാളോട് പറയുന്നത് താൻ കേട്ടതാണ്. ഈ ചെറുപ്പക്കാരന് ഇനി ഒരിക്കലും നടക്കാൻ വേണ്ടി സാധിക്കില്ല എന്നും അരയുടെ കീപ്പോട്ട് തീർത്തും തളർന്നു പോയി എന്നും അതെൻ്റെ മനസ്സിനെ ആകെ വിഷമത്തിലാഴ്ത്തി എന്നും അതിനുശേഷം തൻ്റെ അച്ഛൻ അവിടെ വന്ന് എന്നെ എടുത്തുകൊണ്ട് കാറിലേക്ക് പോകുമ്പോൾ എന്നോട് പറഞ്ഞു എന്നും എൻ്റെ മോനെ ഞാനൊന്ന് കളിയാക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ ആൾക്കാരുടെ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ തൻ്റെ അച്ഛൻ ആ മരച്ചോട്ടിൽ വെച്ച് പൊട്ടിക്കരയുന്നത് താൻ കണ്ടു എന്നും അത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ വേണ്ടി പറ്റിയില്ല എന്നും അഖിൽ നമ്മോട് പറയുകയാണ്. തീർത്തും വ്യത്യസ്തമായ ഒരു പ്രണയകഥയാണ്. തീർച്ചയായിട്ടും അഖില എന്ന് പറയുന്ന ആ ദമ്പതികളുടെ കഥയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആരും പറഞ്ഞില്ല. പിന്നെ വീൽ ചെയറിലായാലും എന്താ കൊള്ളാത്തവനായോ ബാക്കിയുള്ളവർക്ക് എന്നെ കണ്ടുകൂടെ. അവിടുത്തെ ഒരു നേഴ്സ് വേറെ ഒരാളോട് പറയുന്ന ഞാൻ കേട്ടെ, ഇവന് ഇനി നടക്കാൻ പറ്റൂല, അരക്ക് താഴോട്ട് ഇങ്ങനെ. അന്ന് ശരിക്കും ഞാൻ ഷോക്കായി പോയി. പിന്നെ കൂടുതൽ എന്നെ പറ്റി എങ്ങനെ പറ്റി എന്ത് പറ്റി നടക്കാൻ പറ്റൂല എന്ന് തന്നെ പറഞ്ഞു. സെലക്ട് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞത് സഭയത് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ആ നെറ്റിലേക്ക് ഇറങ്ങുമ്പോ പിടിച്ചേല് എനിക്കിപ്പോഴും അറിയില്ല ഞാൻ എങ്ങനെ വീണത്. വേദന സഹിക്കാൻ പറ്റൂല. പിന്നെ വേദനയ്ക്ക് ഞാൻ കരയുമ്പോ എനിക്ക് വന്നിട്ട് ഇഞ്ചക്ഷൻ വെക്കും. എന്റെ വിഷമം ഞാൻ പറയില്ല ആരോടും എന്താ പറ്റിയ. ഇവള് തന്നെ ചിലപ്പോ ഇപ്പോഴായിരിക്കും ഇങ്ങനെ സ്റ്റോറി കേൾക്കുന്നത്. അച്ഛൻ കാറും തന്നെ എടുത്തിട്ടാണ് കൊണ്ടുപോയത്. എന്റെ മോനെ എല്ലാവരും മുന്നിലും നാട്ടിക്കാൻ കൊണ്ടുപോകണം, എല്ലാവരും മുന്നിലും കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഏറ്റവും ഫീലായി അച്ഛൻ്റെ ആ വർദ്ധാണ്. അച്ഛൻ അവിടെ നിന്ന് കരഞ്ഞ് റോഡ് സൈഡിൽ നിന്ന് ഇത്രയും കാലം അതിലേക്ക് നടന്ന് ഓടിക്കളിച്ച ഞാൻ വീൽ ചെയറിൽ വന്നപ്പോൾ എനിക്കത് താങ്ങാനേ പറ്റുന്നില്ല. എന്റെ മുന്നിൽ നിന്ന് അമ്മ കരഞ്ഞില്ല. എന്റെ മുന്നിൽ നിന്ന് ആരും ഇന്നേ വരെ കരഞ്ഞിട്ടില്ല. ഞാൻ ഓൾറെഡി ഒരു വീൽ ചെയറിലായതുകൊണ്ട് എനിക്ക് കല്യാണമൊക്കെ നടക്കുമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഉമ്മടെ നാടിന് വേണ്ടിട്ട് വെച്ച ഒരാള് അപ്പൊ ഇക്ക് അതിനകത്ത് സഹാനുഭൂതിയോ സഹോദരൻ എനിക്ക് സ്നേഹം ആളാ. ഫേസ്ബുക്കിൽ ആർമി ഗേൾ എന്നായിരുന്നു. അത് കണ്ടിട്ടാണ് വീണത്. ഉപദേശിക്കാൻ ചെന്നതാ ഉപദേശിച്ച് കൂടെ പോയിണ്ട്. കൊറേ ആൾക്കാർക്ക് അയച്ചെടുത്തിട്ടാ ഇതെല്ലാം നിങ്ങളെ സ്റ്റാറ്റസ് ഇട്ടിട്ട് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ട് അച്ഛൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഫോട്ടോ കിട്ടി. ഒത്തേനും പ്രശ്നമായിട്ട് ചെറിയച്ഛനൊക്കെ അമ്മേന്റെ അടുത്ത് വന്നിട്ട് ഞാൻ എന്തേ ചോദിച്ചു, ഇപ്പൊ എന്നെ കിട്ടണമെന്ന് പറഞ്ഞു. അച്ഛൻ ഇപ്പോഴും പറയുന്നുണ്ട് എന്റെ 2000 രൂപ മേടിച്ചോണ്ട് അവൾ ഇറങ്ങി പോയിക്കാന്ന്. എന്ന് പറയുന്ന ആ പെൺകുട്ടി നമ്മോട് പറയുകയാണ് അച്ഛൻ തന്ന 2000 രൂപ എടുത്താണ് ഞങ്ങൾ ഒളിച്ചോടിയത് എന്നും. തീർച്ചയായും അഖിലിന് ഇങ്ങനെ ഒരു അപകടം പറ്റിയതിൽ തനിക്ക് യാതൊരു സിമ്പതിയുമില്ല എന്നും, മറിച്ച് അഖിലിനോട് എനിക്ക് സ്നേഹം മാത്രമാണ് ഉള്ളത് എന്നും അത് രാജ്യത്തിനായി ഉള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സംഭവിച്ചു എന്ന് പറയുന്നതിൽ തനിക്ക് യാതൊരു സിമ്പതിയുമില്ല എന്നാണ് അഖില എന്ന് പറയുന്ന പെൺകുട്ടി നമ്മോട് പറയുന്നത്. തീർച്ചയായിട്ടും ആ അഖില എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വാക്കുകൾ തീർച്ചയായിട്ടും ഒരു പ്രചോദനം തന്നെയാണ്. രാജ്യത്തെ കാക്കുന്ന ലക്ഷക്കണക്കിന് പട്ടാളക്കാർക്ക് ഉള്ള ഏക പ്രചോദനം ഈ കുട്ടിയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നത്. തീർച്ചയായിട്ടും ഓരോ പട്ടാളക്കാരൻ്റെയും ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന ആ പട്ടാളക്കാരൻ്റെ ഭാര്യമാരുടെ അവസ്ഥയും ഇങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മളെല്ലാം ഇത്തരം ഒരു ഫാമിലിയെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, സ്നേഹിക്കണം. അതുപോലെ തന്നെ അഖിൽ എന്ന് പറയുന്ന വ്യക്തി പറയുകയാണ്, ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ആദ്യം തന്നെ അഖിലിന് തോന്നി എന്ത് ഇൻ്റർവ്യൂ, ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരോട് ഇൻ്റർവ്യൂ ചോദിച്ച് കളിയാക്കുകയാണോ എന്നാണ് അഖിൽ ആ ലേഖകയോട് ചോദിച്ചത്. തീർച്ചയായിട്ടും അല്ല എന്നും താങ്കൾ എന്നാണ് പൂനെയിൽ നിന്ന് തിരിച്ച് എയർപോർട്ടിൽ വരുന്നത്, അവിടെ വന്നിട്ട് താൻ ഇൻ്റർവ്യൂ എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ തികച്ചും അമ്പരന്ന് പോയി എന്നാണ് അഖിൽ പറയുന്നത്. ഞാൻ ആദ്യം ഇന്റർവ്യൂ ചോദിച്ചപ്പോ പറഞ്ഞു എനിക്ക് വിശ്വാസമായില്ല, ചേച്ചി പറ്റിക്കുവാണോ എന്ന് ചോദിച്ചു. അതെന്ത് പറ്റി? ആദ്യമായിട്ടാണ് എന്നോട് ഒരാൾ ഇങ്ങനെ ഇൻസ്റ്റയിൽ ചോദിക്കുന്നത് ഇന്റർവ്യൂ തരുമോന്ന്. ഞാൻ എന്ത് കണ്ടിട്ടാ ചോദിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? സാധാരണ സെലിബ്രിറ്റി അല്ലെങ്കിൽ കുറച്ച് ഇതാവണം. ഞാൻ എന്താ ചെയ്തെന്ന്, അതായത് ഇന്റർവ്യൂ ചോദിച്ചപ്പോൾ എനിക്ക് ഒട്ടും വിശ്വാസമായില്ല. ചേച്ചി എന്നോട് ഇന്റർവ്യൂ, ഞാൻ ആദ്യം വിചാരിച്ചു ഇനി പറ്റിക്കുകയായിരിക്കുന്നു. കാരണം ഇന്റർവ്യൂ ഒന്നും ആരും എന്നോട് അതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ചേച്ചി എന്നെ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇന്റർവ്യൂവിന്റെ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു, പറ്റിക്കാൻ പറയല്ലേ എന്ന്.
അതുപോലെ തന്നെ അഖിൽ നമ്മോട് പറയുകയാണ്, ഈ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് തന്നോട് ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ തനിക്ക് ഇത് ചെയ്യാൻ പറ്റുകയില്ല എന്ന് തുടക്കത്തിൽ തന്നെ ഞാൻ മറുപടി പറഞ്ഞിരുന്നു എന്നും, എന്നാൽ തൻ്റെ പേര് ഗ്രൂപ്പിൽ വന്നതിനാൽ അത് തള്ളിക്കളയാൻ തനിക്ക് സാധിച്ചില്ല എന്നും, തീർച്ചയായിട്ടും താൻ മുമ്പോട്ട് പോവുകയാണ് ഉണ്ടായത് എന്നും, ആ ട്രെയിനിങ് തുടങ്ങുന്ന സമയത്ത് തന്നെ ആ കയറ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നും, ആ കയറിന് മുകളിൽ തേയ്മാനമുണ്ടായിരുന്നു എന്നും, അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നും അഖിൽ നമ്മോട് പറയുകയാണ്. വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. അതിനുശേഷം ആ കയറിൽ വലിഞ്ഞു കയറുകയും ആ കയറ് പൊട്ടി ബേക്കടിച്ച് വീണാണ് അദ്ദേഹത്തിന് ഇത്തരം ഒരു അപകടം സംഭവിക്കുന്നത്. തീർത്തും അതിനെപ്പറ്റി അഖിൽ ബോധവാനായിരുന്നില്ല. ആ സമയത്ത് അദ്ദേഹത്തിന് ബോധം പോയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കമ്പനിക്കാർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞാണ് അദ്ദേഹം ഇതെല്ലാം അറിയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരാളായിരുന്നു എന്നെ സെലക്ട് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞത്, സഭേദിനെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ പറഞ്ഞതായിരുന്നു. പക്ഷേ അത് അതിലിട്ടപ്പോൾ ഞാൻ പിന്നെ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്ന് പേര് കൊടുത്തു. അങ്ങനെ 10 പേരിൽ ഞങ്ങൾ ഡെയിലി പ്രാക്ടീസ് നടക്കുമായിരുന്നു. രാവിലെയും വൈകുന്നേരം റൈഫിൾ ഉണ്ടാവും, ഒരു പിറ്റ് ബാഗ് ഉണ്ടാവും ബാക്കിൽ, അതിട്ടിട്ട് ഡെയിലി പ്രാക്ടീസ് നടക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞതാ, മേലെ ഞങ്ങളത് കയറ് കുറച്ച് തേഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നെറ്റ് ഉണ്ടാവും, ഒരു ബ്രിഡ്ജ് ടൈപ്പ്, കയറ് കൂടെ കയറി ആ ബ്രിഡ്ജ് കൂടെ നടന്നിട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ടാവും, സ്റ്റെപ്പ് കൂടെ കയറിയിട്ട് തിരിഞ്ഞിട്ട് ഒരു കയറ് കൂടെ ഇറങ്ങണം. കയറെന്ന് പറഞ്ഞാൽ നെറ്റ് കൂടെ. ആ നെറ്റിലേക്ക് ഇറങ്ങുമ്പോൾ പിടിച്ചേല് എനിക്കിപ്പോഴും അറിയില്ല ഞാൻ എങ്ങനെ വീണത്. കൂടെ ഉള്ളവർ പറഞ്ഞതാ, എനിക്ക് ബോധമില്ലായിരുന്നു, ബോധം പോയിണ്ടായിരുന്നു. ഞാൻ ആ കയറ് പൊട്ടിയിട്ട് ബാക്കടിച്ച് വീണു. പക്ഷെ അതെങ്ങനെ അതെന്നാണ് വീണതെന്നും കൂടെ എനിക്ക് ഓർമ്മയില്ലായിരുന്നു. എൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞു തന്നെ എനിക്ക് ഇങ്ങനെയാണ് വീണത്, നീ കയറ് പൊട്ടിയിട്ട് ബാക്കടിച്ച് വീണായിരുന്നു. ഏതൊരു പട്ടാളക്കാരൻ്റെയും ജീവിതം എന്ന് പറയുന്നത് ഇത്തരം ഒരു ദുരിതപൂർണമായ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞാണ് അദ്ദേഹം ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേരുന്നത്. തീർച്ചയായിട്ടും എല്ലാ പട്ടാളക്കാർക്കും നമ്മൾ ഒരു ബിഗ് സല്യൂട്ട്. അതുപോലെ തന്നെ ഈ അഖില എന്ന് പറയുന്ന പെൺകുട്ടിയെയും നമ്മൾ ഒരുപാട് അഭിമാനപൂർവ്വം നമ്മൾ ഓർക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരം ഒരു പട്ടാളക്കാരന് ഒരു ജീവിതം നൽകാൻ വേണ്ടി മുന്നോട്ട് തുനിഞ്ഞിറങ്ങിയ ഈ സ്ത്രീയെ തീർച്ചയായിട്ടും നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായും വളരെ വ്യത്യസ്തമായ ഒരു കപ്പിൾസിനെയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി നാളെ കാണാം. ബൈ.